നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ മുദാസിർ അഹമ്മദ് ഖാൻ എന്ന മൊഹദ് ഭായിയെ സുരക്ഷാ സേന കാലപുരിയിലേക്ക് അയച്ചു. വിശ്വസനീയമായ റിപ്പോർട്ടുകളാണ് അതിർത്തിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ പുൽവാമയിലെ ത്രാലിൻ പിംഗ്ലീഷിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. മുദാസിർ അഹമ്മദ് ഖാൻ ഉൾപ്പെടെ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് സുരക്ഷാ സേന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുത്തിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന മേഖലയിൽ നടത്തിയ തിരച്ചിലിനിടെ വെടിവെപ്പുണ്ടാവുകയായിരുന്നു. തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് 3 ഭീകരർ കൊല്ലപ്പെട്ടത്. ഫെബ്രുവരി 14 നടന്ന പുൽവാമ ഭീകരാക്രമണത്തിൽ 40 CRPF ജവാന്മാരാണ് മരിച്ചത്. CRPF വാഹന വ്യൂഹത്തിലേക്ക് ആദിർ അഹമ്മദ് ദാർ എന്ന ഭീകരൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു. ഈ ഭീകരാക്രമണത്തിന് ആവശ്യമായ സ്ഫോടക വസ്തുക്കളും കാറും സംഘടിപ്പിച്ചതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. 2018 ഫെബ്രുവരിയിൽ സുൻജവാൻ സൈനിക ക്യാമ്പിൽ നേരെ നടന്ന ഭീകരാക്രമണത്തിലും മുദാസിർ അഹമ്മദ് ഖാൻ പങ്കുണ്ടെന്നാണ് കരുതുന്നത്. ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി ചാവേറാകാനും പൊട്ടിത്തെറിക്കാനും പരിശീലനം നേടുന്നവരെയെല്ലാം സൈന്യം വെടിവെച്ച് കൊല്ലുക തന്നെ വേണം. ഈ നാട്ടിലെ വിവരങ്ങളും വിദ്യാഭ്യാസവും നേടിക്കഴിഞ്ഞു ഉപ്പും ചോറും തിന്ന് തടിച്ചു കൊഴുത്തു കഴിഞ്ഞാൽ ബോംബുണ്ടാക്കാനും പൊട്ടിച്ചെറിയാനും സജ്ജമാവുകയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാർ. പാകിസ്ഥാന് ഇതിൽ ഒരു പങ്കുമില്ലെന്ന് കൈകഴുകി മാറുമ്പോൾ പിന്നെ ആർക്കു വേണ്ടിയാണ് ഭീകരവാദി പൊട്ടിത്തെറിക്കുന്നതും ജിഹാദി തീവ്രവാദം നടത്തുന്നതുമെന്ന് ചോദ്യമുണ്ട്. അതിർത്തികൾ കടന്നെത്തി ഇന്ത്യൻ മണ്ണിലുള്ള മുസ്ലിം യുവാക്കളെ, അതും കാശ്മീരിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയതും വാടകയ്ക്കെടുത്തും നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നതല്ലെന്ന് എങ്ങനെ പറയാനാകും? ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ പറയുന്നത് പാകിസ്ഥാൻമാരെല്ലാം സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരാണെന്നാണ്. ഇന്ത്യൻ സൈനികരെ ചാവേറാക്രമണത്തിൽ കൊലപ്പെടുത്തിയാലും സമാധാന ചർച്ച നടത്തണമെന്നാണ്, ക്രിക്കറ്റ് കളിക്കണമെന്നാണ്. പക്ഷേ ഇന്ത്യയിലെ നട്ടെല്ലുള്ള ജനത പറയുകയാണ് പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ചുട്ട മറുപടി കൊടുക്കണം. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതുപോലെ ഒന്നുമാകില്ല. പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരെയുള്ള ആക്രമണം മാത്രമാണ് ഇന്ത്യ നടത്തുന്നത്. പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരന് പോലും പോറിലേൽപ്പിച്ചിട്ടില്ല. എന്നാൽ പാകിസ്ഥാൻ ദേശവാസികൾ പാകിസ്ഥാന്റെ തന്നെ ഒരു സൈനികനെ ഇന്ത്യൻ സൈനികനാണെന്ന് തെറ്റിദ്ധരിച്ച് തല്ലിക്കൊന്നിരുന്നു. അഭിനന്ദനെ വളഞ്ഞെങ്കിലും പാക് സൈന്യം തന്നെയാണ് രക്ഷപ്പെടുത്തിയത്. അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ഇന്ത്യ തുടക്കമിട്ടു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി സ്ഥിരാംഗങ്ങളായ US, റഷ്യ, ഫ്രാൻസ്, UK, ചൈന എന്നീ രാജ്യങ്ങളുടെയും ഗൾഫ് രാജ്യങ്ങൾ, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ ചർച്ചകൾ നടത്തും. ഭീകരാക്രമണം സംബന്ധിച്ച് അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പറ്റിയും ഈ രാജ്യങ്ങളോട് ഇന്ത്യ വിശദീകരിക്കും. പാക് പിന്തുണയോടെ നടക്കുന്ന ഭീകരവാദത്തെ പറ്റിയും ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യ വിശദാംശങ്ങൾ നൽകുമെന്നാണ് വിവരം. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ നയതന്ത്രമായി ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ചൈന ഒഴികെയുള്ള രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് അനുകൂലമാണ്. ഭീകരാക്രമണത്തെ അപലപിച്ചെങ്കിലും മസൂദ് അസറിന്റെ കാര്യത്തിൽ നിലപാടിൽ നിന്ന് ചൈന പിന്നോക്കം പോയിട്ടില്ല. ചൈനയുടെ മേൽ നയതന്ത്ര സമ്മർദ്ദം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവും കേന്ദ്ര സർക്കാരിനുണ്ട്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിതല സമിതി യോഗമാണ് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ എടുക്കാൻ തീരുമാനിച്ചത്. ഇതിനു പിന്നാലെ പാകിസ്ഥാനുള്ള അഭിമത രാഷ്ട്ര പദവി ഇന്ത്യ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഇന്ത്യയുമായുള്ള വ്യാപാരത്തെ പാകിസ്ഥാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാകും. പാകിസ്ഥാനുമായുള്ള വ്യാപാരം തുടരുമെങ്കിലും അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൂടി നികുതി ഈടാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അതേസമയം രാജസ്ഥാനിലെ അതിർത്തി നഗരമായ ബിക്കാനീറിലുള്ള പാക് പൗരന്മാർ 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്നാവശ്യപ്പെട്ട് ബിക്കാനീർ ജില്ലാ മജിസ്ട്രേറ്റ് അടിയന്തര ഉത്തരവ് നൽകി. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ CRPC 144 പ്രകാരമാണ് ഉത്തരവിറക്കിയത്. പാകിസ്ഥാൻ വംശജർക്ക് നഗരത്തിൽ ഹോട്ടലുകളോ ലോഡ്ജുകളോ നൽകരുത്. ഇവരുമായി നേരിട്ടോ അല്ലാതെയോ ഒരു തരത്തിലുള്ള വ്യവസായ ബന്ധവും നടത്തരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏത് നിമിഷവും തിരിച്ചടി ഉണ്ടാകുമെന്ന് സൈനിക നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടി ശക്തമാക്കുന്നത്. അതിർത്തി നഗരമായ ഇവിടെ നിരവധി വിദേശികളാണ് വിനോദസഞ്ചാരത്തിനായും മറ്റും എത്തിയിരുന്നത്. അജ്ഞാത ഫോൺ വിളികളെയും മറ്റും ജാഗ്രതയോടെ കാണണം. സൈന്യത്തെക്കുറിച്ചോ മറ്റോ ഒരു തരത്തിലുള്ള വിവരവും കൈമാറാൻ പാടില്ല. പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിം കാർഡുകൾ പോലും ആരും ഉപയോഗിക്കരുതെന്ന് ബിക്കാനീർ ജില്ലാ മജിസ്ട്രേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭീകരർക്ക് അന്ത്യശാസനവുമായി സൈന്യം കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക. ഇതാണ് സൈന്യം ഭീകരർക്ക് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. ഇത് അവസാന മുന്നറിയിപ്പായിരിക്കുമെന്നും സൈനിക മേധാവി സംയുക്തമായി ശ്രീനഗറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് സൈന്യമാണെന്നും സൈനിക മേധാവികൾ പറഞ്ഞു. പാകിസ്ഥാന്റെ പുത്രനാണ് ജെയ്ഷെ മുഹമ്മദ്. കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് നേതൃത്വത്തെ ഇല്ലാതാക്കി. ഇനി കാശ്മീരിൽ തോക്കെടുക്കാൻ ആരെയും അനുവദിക്കില്ല. കാശ്മീർ താഴ്വരയിൽ നിന്നും ഭീകരരെ തുടച്ചു നീക്കുമെന്ന് സൈനിക മേധാവികൾ വ്യക്തമാക്കി. കാശ്മീരിലെ അമ്മമാർ സ്വന്തം മക്കളെ ഭീകരരുടെ അടുത്തേക്ക് പറഞ്ഞു വിടാതിരിക്കാൻ
ഇനി മുതൽ ശ്രദ്ധിക്കണം. ഇനി അഥവാ ഭീകരർക്കൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ കീഴടങ്ങണം. അല്ലാതെ തോക്കെടുക്കാനാണ് തീരുമാനമെങ്കിൽ കൊല്ലുക തന്നെ ചെയ്യുമെന്നും സൈനിക മേധാവി KJS ധിലോൺ വ്യക്തമാക്കി. രാജ്യത്തോടായി പ്രഖ്യാപിക്കുന്നു എന്ന് അഭിസംബോധന ചെയ്താണ് സൈനിക മേധാവി വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ഇത്തരത്തിലൊരു വലിയ ആക്രമണം കാശ്മീരിൽ ഉണ്ടാകുന്നത് ഏറെ നാൾക്ക് ശേഷമാണ്. പുൽവാമയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് സമാനമായ ആക്രമണം ഇനി ഒരു തരത്തിലും രാജ്യത്ത് അനുവദിക്കില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ 19 മണിക്കൂർ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിൽ പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരായ എല്ലാവരെയും വധിച്ച സൈന്യം ആദ്യം തിരിച്ചടി നൽകിയതായി അദ്ദേഹം വ്യക്തമാക്കി. നാട്ടുകാർ കൊല്ലപ്പെടരുതെന്ന ആവശ്യം ഞങ്ങൾക്കുണ്ട്. കാശ്മീർ താഴ്വരയിൽ ആരാണോ തോക്കെടുത്തത് അവരെ കൊല്ലുക തന്നെ ചെയ്യുമെന്നാണ് സൈന്യം നൽകുന്ന മുന്നറിയിപ്പ്. പുൽവാമയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ തിരിച്ചടി നൽകാൻ പ്രധാനമന്ത്രി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതായും പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.